തന്റെ സഹോദരൻ മരണപ്പെട്ടപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നത് വരെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നു എന്ന് നമ്മളെല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സയ്യിദാണെന്നുള്ളത് തന്നെയാണ് ഒരു കാരണം, യാതൊരു തർക്കവും അതിലില്ല. സയ്യിദന്മാരോട് ഷേഖുനാക്ക് വലിയ താല്പര്യവും ഇഷ്ടവും ബന്ധവും ആയിരുന്നു. എൻ്റെ ഒരു നിരീക്ഷണം അതിന് വേറുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നക്ഷബന്ദിയായിരുന്നു. താനൂർ അബ്ദുൽ ഖാദർ ഷെയ്ഖിന്റെ മുരീദിൽ നിന്ന് നക്ഷബന്ദി സ്വീകരിച്ച ആളാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു വഴിയായിട്ട് വാസിലാവുന്ന തരീഖാണ്. അതുകൊണ്ടുകൂടിയാണ് കാത്തുന്നത് എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മഹാനായ ശൈഖുനായ ശംസുൽ ഉലമയുടെ ജീവിതവും ദർശനവും നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള, എന്തുകൊണ്ടും നമ്മളെ എല്ലാ സമയത്തും നമുക്ക് ചെയ്ത് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ വെച്ചാല്, ശംസുൽ ഉലമ റഹിമഹുള്ളയുടെ മനാഖിബ് പറയുന്ന ഏറ്റവും ചുരുങ്ങിയത് 10 പുസ്തകങ്ങളെങ്കിലും നിലവിൽ മാർക്കറ്റിൽ ഉണ്ടാവും. ഒരു പുസ്തകം പോലും ഒന്ന് തല മുതൽ അവസാനം വരെ നമ്മൾ വായിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം. അതുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറെങ്കിലും അങ്ങനെ ശംസുൽ ഉലമയുടെ മനാഖിബ് പറയുന്ന ഒരു പുസ്തകം തല മുതൽ അവസാനം വരെ ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയെങ്കിൽ എന്ന് ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദീർഘിച്ച് സംസാരിക്കുന്നില്ല, ധാരാളം ഉസ്താദുമാര് സംസാരിക്കാനുണ്ട്. ജൂനിയർ എന്നുള്ള നിലയില് അവർക്കൊക്കെ വേഗത്തിൽ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് സുബ്ഹാനക്കല്ലാഹ്.